ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ 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 കൃഷ്ണേ, മോളെ കൃഷ്ണേ. എന്താ എന്താ അമ്മേ? നീ നീ എന്തിനാ ചിരിച്ചേ? എപ്പോ? കൊറേ നേരമായി നീ ഉറക്കത്തിൽ കിടന്ന് ചിരിക്കായിരുന്നു. അമ്മ വെറുതെ ഒന്നും പറയല്ലേ. ഞാൻ കേട്ടതല്ലേ. എഴുന്നേറ്റിരുന്നപ്പോ കാണുകയും ചെയ്തു. നീ സ്വപ്നമെല്ലാം കണ്ടോ? സ്വപ്നത്തിന് നവീനെ കണ്ടോ? പിന്നെ ഞാൻ സ്വപ്നം കണ്ട് കിടക്കല്ലേ. അമ്മയ്ക്ക് എന്താ ഉറക്കൊന്നുമില്ലേ? കിടന്നുറങ്ങാൻ നോക്കിയേ. അല്ല മോളെ, അമ്മ പറഞ്ഞത് സത്യമാ. അമ്മ മര്യാദയ്ക്ക് കിടന്നുറങ്ങുന്നുണ്ടോ? വെറുതെ എന്നെ വിളിച്ച് കുറെ ചോദ്യങ്ങള്. ഉറങ്ങാൻ നോക്ക്. മനസ്സ് നിറയെ നവീനെ കുറിച്ചുള്ള ചിന്തകള്, വേദനിക്കാൻ മാത്രമായിട്ട് കുറെ ചിന്തകള്. ബെല്ലടിച്ച് തകർക്കുകയാണല്ലോ. വരുന്നു. അയ്യോ, ഇതെന്ത് പറ്റി? മാറി താമസിക്കാൻ പോയിട്ട് പൊറുതി പെട്ടെന്ന് മതിയാക്കിയോ? മാറങ്ങോട്ട്. അയ്യോ, എന്തു പറ്റി? എന്താ നിങ്ങൾ തിരിച്ചു വന്നേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഉണ്ടായി. അത് കേൾക്കാനാണല്ലോ നിങ്ങൾക്കൊക്കെ സന്തോഷം. എന്തു പറ്റി മക്കളെ? നിങ്ങളെന്താ തിരിച്ചു പോന്നേ? നവീൻ, കാര്യം എന്താ വെച്ചാ പറയേ. അവിടെ ചെന്നപ്പോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബെഡ്റൂമിൽ കയറിയപ്പോ ഷെൽഫിന്റെ മുകളിൽ നിന്ന് ഒരു ഗ്ലാസ് വീണ് പൊട്ടി. ആ നിമിഷം മുതൽ ഷെൽഫിന്റെ മുകളിൽ പാമ്പുണ്ടെന്ന് പറഞ്ഞ് ഗാഥ ബഹളം വെച്ചോണ്ടിരിക്കുക.
ഞാനതൊക്കെ എടുത്ത് മാറ്റി കൊടുക്കാന്ന് പറഞ്ഞതാ, കേക്കണ്ടേ? എടുത്തു മാറ്റണ്ടെന്ന് പറഞ്ഞതേ അത് നവീനെ പാമ്പ് ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയാ. കഥ സ്റ്റിൽ ഐ റിപ്പീറ്റ്, ഗസ്റ്റ് ഹൗസിൽ നാഗമുണ്ടെന്ന കാര്യം തനിക്ക് വെറുതെ തോന്നിയതാ. ആളുകൾക്കിടയിൽ ഇത് വീണ്ടും വീണ്ടും പറഞ്ഞ് വെറുതെ പെരുപ്പിക്കാതെ. എനിക്കൊരു കാര്യം പറഞ്ഞ് പെരുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനാ ഞാൻ പെരുപ്പിക്കുന്നേ? ആവശ്യത്തിനുള്ള സംഭവങ്ങളൊക്കെ ഈ തറവാട്ടിൽ തന്നെ ഉണ്ടല്ലോ. ആ ദേ കിടക്കണം. ഇപ്പൊ എങ്ങനെയുണ്ട് സുമിത്രേ? വീട്ടിനകത്തും കിടക്കാൻ പറ്റുന്നില്ല, ഗസ്റ്റ് ഹൗസിലും കിടക്കാൻ പറ്റുന്നില്ല. ഷോ, ഈ നാഗഭയം വെറുതെ ഒന്നും വന്നതല്ല. ആ ഒരു കണക്കിന് ഇത് വേണം. മുറ്റത്ത് മുല്ലയ്ക്ക് മണം പോരാന്ന് പറഞ്ഞ് അടുത്ത പറമ്പിൽ കേറിപ്പോയതല്ലേ? ആ അതിന്റെ കൂലി കിട്ടാതിരിക്കോ? ആ കുട്ടി ആകെ പേടിച്ചിരിക്കുക. അതിനുള്ള സമാധാനം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയേ. വേറെ ഒന്നിനും നാവ് വളയ്ക്കണ്ട. എന്റെ പൊന്നു മുത്തശ്ശി, എന്ത് പറഞ്ഞാലും എന്റെ അമ്മയുടെ അച്ഛന്റെ ഒക്കെ നാവടച്ചു കെട്ടിയിട്ട് വല്ല പ്രയോജനമുണ്ടോ? മോൾ റൂമിലേക്ക് ചെല്ല്. ഞാൻ ആ മുറിയിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഈ സെറ്റിൽ എവിടെയെങ്കിലും കിടന്നോളാം. ഇനി എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്താനുണ്ടോ മുത്തശ്ശി? ഉണ്ടെങ്കിൽ അതും ആയിക്കോട്ടെ. എല്ലാത്തിനും നിന്ന് തരേണ്ടവനാണല്ലോ ഞാൻ. എടാ, എന്റെ സ്വസ്ഥതയൊക്കെ മൊത്തം പോയച്ചാ. കല്യാണം കഴിഞ്ഞിട്ടും ഉറങ്ങാതിരിക്കുന്ന ഭാര്യയ്ക്ക് കാവലിരിക്കുന്നത് ചെറിയ യോഗമൊന്നുമില്ല. നിർമ്മലേ, നീ ഒന്ന് അകത്തു പോകുന്നുണ്ടോ? അയ്യോ, ഞാൻ പോയമ്മേ. അമ്മയും സുമിത്രയും നന്ദേട്ടനും ചുറ്റിനിരുന്ന് ആ കുട്ടിക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. ഉറങ്ങാതിരിക്കുന്ന കുട്ടികൾക്ക് അതൊക്കെ നല്ലതാ. നീ വാടി മോളെ. മോളെ, അമ്മേ. വാ മോള് വാ. നന്ദ, അവര് തമ്മിൽ ഒരുമിക്കാൻ പാടില്ലെന്ന് നാഗദൈവങ്ങളുടെ തീരുമാനമാണ്. അത് തന്നെയാ ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നതും. ഗാഥാ മാഡം വിളിച്ചിരുന്നോ മാഡത്തിനെ? ഇന്നലെ ഉച്ചയ്ക്കോ മറ്റോ വിളിച്ചു, പിന്നെ വിളിച്ചില്ല. അല്ലെങ്കിൽ ഏത് കാര്യത്തിനും മാമിനെ കൂടെ കൂടെ വിളിക്കുന്നതാണല്ലോ ഗാഥാ മാഡം. എന്തു പറ്റിയാവോ? ഭയമൊക്കെ മാറിക്കാണും സിനി. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങിക്കാണും. ഈ ഹണിമൂൺ കാലഘട്ടത്തില് ചെറിയ മറവികളൊക്കെ സാധാരണമാണ്. എല്ലാ അച്ഛനമ്മമാരും ഈ പരാതി പറയാറുണ്ട്. നീ ഞങ്ങളെ മറന്നുപോയോന്ന് ചോദിക്കാത്ത ഏതെങ്കിലും അച്ഛനമ്മമാരുണ്ടോ? കൊടുക്കാന്നുള്ളതാണ്. ഇനി അവള് കളരിക്കലെയാണ്. അവിടുത്തെ രീതികള്, അവിടുത്തെ ആളുകള്, അവരുടെ ഇഷ്ടങ്ങള്, അതാ ഇനി അവള് നോക്കേണ്ടത്. മാമിനെ പോലെ ഇത്ര പ്രാക്ടിക്കലായിട്ട് എല്ലാ അമ്മമാരും ചിന്തിച്ചിരുന്നെങ്കിൽ പല കുടുംബങ്ങളിലെയും പ്രശ്നങ്ങള് അവസാനിച്ചേനെ. എനിക്കങ്ങനെ ഒരു മാതൃവിപ്ലവത്തിനൊന്നും താല്പര്യമില്ല.
എന്റെ കാര്യത്തിൽ എനിക്കങ്ങനെ ചെയ്യാലോ. കൃഷ്ണ സിനിയെ വിളിച്ചായിരുന്നോ? ഇല്ല മാം. എന്നെയും വിളിച്ചില്ല. പാവം കുട്ടി. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ പ്രധാന ഘട്ടമാണ് വിവാഹം. കൃഷ്ണയും വിവാഹം കഴിച്ചു. അത് മറ്റൊരാൾക്ക് വേണ്ടിയാണെന്ന് മാത്രം. താലി കെട്ടിയ പുരുഷന്റെ വീട്ടിൽ അവളെ ജീവിച്ചു. അത് എന്നോടുള്ള കടപ്പാട്. കളരിക്കൽ കുടുംബത്തിന്റെ നാഗശാപം തീർത്തു. അതവളുടെ ഭക്തി. എന്നിട്ട് ഒരു കണക്കും പറയാതെ കൊടുത്ത കാശ് തിരികെ നൽകി യാത്രയും പറഞ്ഞിറങ്ങി. മാമിനപ്പോ കൃഷ്ണയോട് വല്ലാത്ത സ്നേഹമാണല്ലേ? അവളോട് എനിക്ക് ദേഷ്യം തോന്നാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു സിനി. ഒന്ന് ശാന്തിയുടെ മകൾ, പിന്നെ ഗാഥമോള് പറയുന്ന പോലെ അവളുടെ അതേ രൂപം. പക്ഷെ അതൊക്കെ അവൾ മറികടന്നു. സത്യം പറഞ്ഞ സ്നേഹം കൊണ്ടും കടപ്പാടുകൊണ്ടും തോൽപ്പിച്ചു കളഞ്ഞു. ഞാനൊന്ന് വിളിക്കട്ടെ അവളെ. ഹലോ മാഡം. സുഖാണോ മോളെ നിനക്ക്? അതെ. മനസ്സിലെ സങ്കടമൊക്കെ മാറിയോ? എന്തിനാ സങ്കടം? എല്ലാം നന്നായിട്ട് ചെയ്തു തീർത്തതിന് ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത്. ഗാദിക്ക് സുഖാണോ? പിന്നെ അവിടുത്തെ ആളുകളുടെ രീതികളൊക്കെ കൂടെ കൂടെ പറഞ്ഞു കൊടുക്കണം മാഡം. വലിയ പണക്കാരൊക്കെ ആണെങ്കിലും അവർക്ക് ഒരു സാധാരണക്കാരുടെ മനസ്സാ. അതിന് നോവിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും ഗാഥയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതെന്ന് പ്രത്യേകം പറയണം. പറയാം. മോളെന്നാ ഇനി ഇങ്ങോട്ട് വരുന്നേ? ഞാനിനി വരുന്നില്ല മാഡം. എന്നെ ഏതെങ്കിലും രീതിയിൽ അവരാരെങ്കിലും കണ്ടാ പിന്നെ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അത് ഗാഥയുടെ ജീവിതത്തിനെ ബാധിക്കും. എനിക്ക് ഒളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. എന്താവശ്യമുണ്ടെങ്കിലും മോളിനെ വിളിക്കണം. നീ തിരിച്ചു തന്ന പണം അതുപോലെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എപ്പോ വേണമെന്നുണ്ടെങ്കിലും നിനക്കത് വന്ന് വാങ്ങാം. മാഡത്തിന്റെ നല്ല മനസ്സിന് നന്ദിയുണ്ട്. പക്ഷെ എനിക്കും അമ്മയ്ക്കും ജീവിച്ചു പോവാൻ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല മാഡം. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആരോഗ്യം തരണേന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അത്രേ വേണ്ടൂ. ഈശ്വരൻ നിനക്ക് നല്ലത് വരുത്തട്ടെ. ഞാൻ വെക്കട്ടെ മോളെ. ശരി. ഓരോ വാക്കുകളിലും അവൾ എന്നെ വല്ലാതെ അതിശയിപ്പിക്കുന്നു സിനി. കഥകളിലൊക്കെ വായിക്കാൻ മാത്രമേ പറ്റൂ. ഇങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരാളെ അവൾക്ക് വേണ്ടി കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം. വരട്ടെ. വെറുമൊരു ഗിഫ്റ്റ് അല്ല, എന്റെ ഹൃദയം തന്നെയാണ്. സൂക്ഷിച്ചു വെക്കണം കേട്ടോ. എന്താലോചിച്ചിരിക്കെ ഇത് കുടിച്ച്.
രസമുണ്ടല്ലോ. ഇതെവിടുന്നാ? നവീൻ തന്നതാ. എപ്പോ? ഹോസ്പിറ്റലിൽ നിന്ന് പോരുമ്പോ അവസാനമായിട്ട് ഞങ്ങൾ അടുത്ത് കണ്ടപ്പോ. ഇത് വെറും ഒരു ഗിഫ്റ്റ് അല്ല, നവീന്റെ ഹൃദയം തന്നെയാ. അങ്ങനെ പറഞ്ഞു തന്നെയാ തന്നത്. അപ്പോ ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എന്ത് പ്രതീക്ഷ? നവീൻ കൃഷ്ണയെ തേടി വരുമെന്നുള്ള പ്രതീക്ഷ. സ്വപ്നം കാണുമ്പോഴേ രാത്രി കാണുന്നതാ നല്ലത്. പകൽ വെട്ടത്തില് ഒരു രസം ഉണ്ടാവില്ല. എന്നെ കളിയാക്കൊന്നും വേണ്ട. ഇതെന്താ നടന്നേ? നവീനും ഗാഥയും തമ്മിൽ ഒരിക്കലും ചേരില്ല. നവീൻ ഗാഥയാണ് ആദ്യം കണ്ടതെന്നുള്ളത് സത്യം. പക്ഷെ അറിഞ്ഞതും ഇഷ്ടപ്പെട്ടതും ഒക്കെ കൃഷ്ണയുടെ സ്വഭാവമല്ലേ, കൃഷ്ണയുടെ പെരുമാറ്റമല്ലേ. അതിന് നവീന്റെ മുന്നില് കൃഷ്ണ എന്ന് പറഞ്ഞിട്ടൊരാളില്ലല്ലോ, എല്ലാം ഗാഥയല്ലേ. അങ്ങനെയൊക്കെ ചിന്തിച്ചാ ഒരെത്തും പിടിയും കിട്ടില്ല മോളെ. പക്ഷേ സുനന്ദേച്ചിയുടെ വാക്ക് മോൾ എഴുതി വെച്ചോ. നവീന്റെ സ്നേഹം നിന്നിലേക്കുള്ളത് തന്നെയാ. എത്ര കാലം താമസിച്ചാലും അത് നടക്കും. വലുത് അടുപ്പത്തിട്ടിട്ടുണ്ടോ? അത് കരിയണ്ട, ചെന്ന് നോക്കൂ. അധികം വൈകാതെ ഈ കാര്യത്തിനൊരു ഉത്തരം ഞാൻ കൊണ്ടുവന്നു തരാം. എവിടുന്ന്? ഞാനിപ്പോ സിത്താര മാഡത്തിന്റെ വീട്ടിൽ എന്തിനാ പോകുന്നെന്നാ വിചാരിച്ചിരിക്കുന്നെ? ജോലിയെടുത്ത് കാശ് വാങ്ങിക്കാനാ? അല്ലാണ്ട് പിന്നെ? സത്യം പറഞ്ഞാ അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയാ പോകുന്നെ. ഒരു ചാരപ്പണി എന്നൊക്കെ പറയാം. അവിടുന്ന് എനിക്ക് കുറച്ച് സൂചനകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ വന്ന് കൃത്യമായിട്ട് പറയാം. സുനന്ദേച്ചി, വെറുതെ അപകടത്തിനൊന്നും പോയി നിക്കണ്ടാട്ടോ. എന്നോടിപ്പോ കുറച്ച് സ്നേഹത്തിലൊക്കെ പെരുമാറുന്നുണ്ടെങ്കിലും സിത്താര മേഡം കുറച്ച് കുഴപ്പം പിടിച്ച ആളാ. ഓ, അവര് കുഴപ്പം പിടിച്ചാണെങ്കിൽ അവർക്ക് കൊള്ളാം. ഞാൻ അന്വേഷിക്കേണ്ടത് ഞാൻ അന്വേഷിക്കും. നീ സ്വപ്നം കണ്ടോ കൊച്ചെ? നടക്കാനുള്ള കാര്യങ്ങൾ സ്വപ്നം കാണുന്നതുകൊണ്ട് എന്താ കുഴപ്പം? സുനന്ദേച്ചി പറയും പോലെ നവീൻ എന്നെ തേടി വരണമെങ്കിൽ നവീനും ഗാഥയും തമ്മില് അകലുണ്ടേ. അയ്യോ ഈശ്വര, എന്നെ ചൊല്ലി ആരും അകലെയും വേണ്ട, വേദനിക്കുകയും വേണ്ട. കഥ ഈ വണ്ടിക്കകത്ത് എന്റെ കൂടെ ഇരിക്കുമ്പോ ഇങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായെങ്കിലും ഒന്നിച്ചുള്ള ജീവിതത്തിലേക്ക് നമ്മളെത്തിയ യഥാർത്ഥ മുഹൂർത്തം ഇത്. ആ നല്ല നിമിഷങ്ങളെ ഇങ്ങനെ വെറുതെ കളയണം. ഇത് ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല, അത് ഓർത്തോണം. നവീൻ, എല്ലാ ആഗ്രഹങ്ങളും എന്റെ മനസ്സിലുണ്ട്. പക്ഷേ ആ നശിച്ച പാമ്പ് എന്നെ വിടാതെ പിന്തുടരാ. എനിക്ക് ഒരു സമാധാനവുമില്ല. എടോ, എല്ലാം തോന്നലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ കണ്ടതൊക്കെ തോന്നലാണെന്ന് പറഞ്ഞാ എനിക്കെന്താ ഭ്രാന്താണോ? ഏയ്, എന്തോടെ ഈ പറയുന്നത്? ഹാ, അതൊക്കെ പോട്ടെ. എന്നിപ്പോ എവിടേക്കാ കൊണ്ടുപോകുന്നേ? തന്നെ ഒരിടത്തേക്കും കൊണ്ടുപോകുന്നില്ല. നമ്മൾ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് പോകുന്നു, അങ്ങനെ പറഞ്ഞാൽ മതി. എന്ത്? അതാ ഞാൻ ചോദിക്കുന്നത്, എവിടേക്കാ? അതെ, നമ്മുടെ ജീവിതത്തിലെ സ്വപ്നസുന്ദരമായ നിമിഷങ്ങൾ ഇങ്ങനെ ഇല്ലാതായി പോകുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അതിന് കാരണം എന്താ? തൻ്റെ ഈ പേടി. ആ പേടി മാറാനുള്ള ഒരു സ്ഥലത്തേക്കാ തന്നെ ഞാൻ കൊണ്ടുപോകുന്നത്. എന്നാലും എവിടേക്കാണെന്ന് പറഞ്ഞാൽ എന്താ? എടോ, തനിക്കെന്നെ വിശ്വാസമില്ലേ? ഈ പോകുന്ന സ്ഥലത്തുനിന്ന് തനിക്ക് ആ പേടി എന്നേക്കുമായി മാറും. എന്റെ പേടി മാറുകയാണെങ്കിൽ ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും വരാം. ഓക്കെ, അത്രയും സമ്മതിച്ചല്ലോ. എടോ, തന്നെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു കാര്യത്തിലും പെട്ടെന്ന് തളർന്നു പോകാത്ത ആളാണെന്നാ. സർപ്പബലി ദിവസം മരണം തൊട്ടു മുന്നിൽ നിന്നിട്ട് പോലും ഒട്ടും കുലുങ്ങാതിരുന്നവളാ താൻ. എന്നിട്ടിപ്പോ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കല്ലേ നവീൻ? ഓക്കെ, നമ്മൾ എത്താറായി. അവിടെ ചെന്ന് മനസ്സെല്ലാം ക്ലിയർ ആക്കി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ
നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള തന്റെ പ്ലാനിംഗ് ഇല്ലേ, അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയണം. അതെന്തിനാ? ഓരോന്നോരോന്നായിട്ട് നമുക്ക് നടത്താൻ. ഞാൻ തന്റെ കൂടെ ഉണ്ടോ, പിന്നെന്താ? ഗുഡ് മോർണിംഗ് നവി. ഗുഡ് മോർണിംഗ് ഗാഥ. പ്ലീസ് വാ. ഗാഥ, ഞങ്ങൾ കോളേജ് മെൻസാ. രണ്ടാളും രണ്ട് പ്രൊഫഷനിലേക്ക് തിരിഞ്ഞ ശേഷം ഇടയ്ക്കൊക്കെ വിളിക്കും. പക്ഷേ വിവാഹത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ വിദേശത്തായിരുന്നു. ആർ യു ഓക്കെ? യാ. ഒരു ചെറിയ പ്രോബ്ലത്തെക്കുറിച്ച് നവീൻ എന്നോട് പറഞ്ഞു. ഐ തിങ്ക് ഇറ്റ്സ് വെരി നോർമൽ. ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൂടിക്കൊഴിഞ്ഞ് നടക്കുന്ന തറവാടുകളിൽ ചിലപ്പോഴൊക്കെ ചിലർക്ക് ഇതുപോലുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവും. തോന്നലല്ല, ഇറ്റ്സ് എ റിയാലിറ്റി.